തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 9-ാം തീയതിയാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. ഈ 9-ാം തീയതിക്ക് മുമ്പ് ഒരുപക്ഷെ കേരളത്തിലെ CPM-ന്റെ സമുന്നത നേതാക്കന്മാരിൽ ചിലർ ജയിലിനകത്താവാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് കേട്ടോ. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, പിന്നെ നമ്മുടെ AA റഹീം, തിരുവനന്തപുരത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണെന്ന് തോന്നുന്നു, AA റഹീം. ഈ 3 പേര് പിന്നീട് തിരുവനന്തപുരത്ത് ശ്രീനാരായണ ഗുരു ദേവൻ പ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രത്തിലെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ മൊണാലിസ ബോസ്ലെ വൈറൽ താരമായ പെൺകുട്ടി, അതായത് കുംഭമേള നടക്കുന്ന കാലത്ത് കല്ലുമാല വിൽപ്പന നടത്തിയ അല്ലെങ്കിൽ രുദ്രാക്ഷമാല വിൽപ്പന നടത്തിയ വെള്ളാരം കണ്ണുള്ള ആ പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ ഒരുപാട് എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടു. ആ പെൺകുട്ടി ഇക്കഴിഞ്ഞ 11-ാം തീയതി ആ പെൺകുട്ടി കേരളത്തിലെത്തി. എന്തോ ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ് വന്നതെന്ന് പറയുന്നു. മൊണാലിസ ബോസ്ലെ എന്ന് പറയുന്ന പെൺകുട്ടി മധ്യപ്രദേശുകാരിയായ പെൺകുട്ടി കേരളത്തിലെത്തുന്നു. പിന്നീട് ഉത്തർപ്രദേശുകാരനായ ഒരു ഫർമാൻ ഖാൻ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു മുസ്ലിം യുവാവുമായിട്ടാണ് എത്തുന്നത്. ഇവരൊരു ദിവസം രാവിലെ പറയാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രത്തിൽ വെച്ച് ഇവർ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് വിവാഹിതരാകുന്നു. ഏതാനും മണിക്കൂറുകൾ തന്നെ ആ ക്ഷേത്രം വിവാഹം നടത്തി കൊടുക്കുകയാണ്. വിവാഹത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പാർട്ടി സെക്രട്ടറി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തിരുവനന്തപുരത്തിന്റെ സെക്രട്ടറി AA റഹീം, പിന്നീട് സാംസ്കാരിക നേതാവായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ ചേർന്നാണ് ഈ വിവാഹം നടത്തി കൊടുത്തത്. ഇത് ഒരുപാട് വിവാദ വിഷയമായിരുന്നു. ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ദേശീയ SC/ST കമ്മീഷൻ തെളിവെടുപ്പ് നടത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. കാരണം മൊണാലിസ ബോസ്ലെയുടെ പിതാവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി ലവ് ജിഹാദ് നടത്തി. തന്റെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അവളുടെ ജനനം എന്ന് പറയുന്നത് 2009 ഡിസംബർ മാസം 30-ാം തീയതി. 2009 ഡിസംബർ 30-ാം തീയതിയാണ് തന്റെ മകൾ ജനിച്ചതെന്നും അവൾക്ക് 16 വയസ്സും 2 മാസവുമേ 16 വയസ്സും 2 ഇപ്പൊ 3 മാസം അല്ലെ 16 വയസ്സും 3 മാസവും മാത്രമേ പ്രായമായിട്ടുള്ളൂ എന്നുമാണ് മൊണാലിസ ബോസ്ലെയുടെ പിതാവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ആ ഗ്രാമമായ മണ്ഡലേശ്വറിലെ DSPക്കും അവര് പരാതി നൽകുകയുണ്ടായി. ഇത് അന്വേഷിക്കണം. കേരളത്തിൽ വെച്ചിട്ട് തന്റെ മകളെ ലവ് ജിഹാദിന് വിധേയമാക്കിയിരിക്കുന്നു. ഒരു മുസ്ലിം യുവാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നു. പ്രായപൂർത്തിയാവാത്ത തന്റെ മകളെ പോക്സോ പ്രകാരം കേസെടുക്കണം. ഇവരെ SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ മൊണാലിസയുടെ കുടുംബം. അവർക്ക് അവരുടേതായ ഒരു ഗ്രാമാചാരങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും ഗ്രാമത്തിന് പുറത്തു നിന്ന് അവർ വിവാഹം കഴിച്ച് അയക്കാറില്ല. മാത്രമല്ല ഈ തിരുവനന്തപുരത്തെ ഈ ക്ഷേത്രമുണ്ടല്ലോ, ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു കർമ്മം നടത്തിയിട്ടോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഉണ്ടല്ലോ, അതായത് ഈ കല്യാണം നടത്തി കൊടുത്ത, അതായത് രാവിലെ വരുന്ന ഒരു മധ്യപ്രദേശിൽ നിന്നെത്തിയ ഒരു പെൺകുട്ടിക്കും ഉത്തർപ്രദേശിൽ നിന്നെത്തിയ ഒരു യുവാവിനും വ്യത്യസ്ത മതക്കാരായ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ജിഹാദിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലവ് ജിഹാദിനെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ പ്രത്യേകിച്ചും കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമക്കെതിരെ ഉണ്ടായ പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ലവ് ജിഹാദ് ഇവിടെ ഉണ്ട് എന്ന് പഴയ DGPയും അല്ലെങ്കിൽ അക്കാലത്തെ മുഖ്യമന്ത്രിയും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞാണ്. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട്. നിരവധി പെൺകുട്ടികളെയാണ് മതം മാറ്റിക്കൊണ്ട് എന്താ പറയാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് അവരെ വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ടെററിസ്റ്റുകളാക്കി മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രകടമായി നമുക്ക് മുന്നിൽ ഒരുപാട് തെളിവുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന വളരെ സെലിബ്രിറ്റി ആയ ഒരു പെൺകുട്ടി, ഏതോ ഒരു പെൺകുട്ടിയല്ല, മൊണാലിസ ബോസ്ലെ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ സെലിബ്രിറ്റികളെക്കാൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് മൊണാലിസ ബോസ്ലെ. അപ്പൊ മൊണാലിസ ബോസ്ലെയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് മണിക്കൂറുകൾക്കകം ഒന്നും അന്വേഷിക്കാതെ കല്യാണം നടത്തി കൊടുക്കുന്നു. ഞാൻ നേരത്തെ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം, അതായത് ഈ ക്ഷേത്ര ഭരണാധികാരികളുണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണല്ലോ കല്യാണം നടത്തി കൊടുത്തത്. അത് കേട്ടറിഞ്ഞിട്ടാണ്, ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ നവോത്ഥാന നായകന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പാർട്ടിയുടെ ഈ പറയുന്ന കാളികൂളി സംഘങ്ങളൊക്കെ എവിടെ എത്തിയത്. MV ഗോവിന്ദനും ഈ AA റഹീമും ശിവൻകുട്ടിയോടൊക്കെ പാലെത്തിയത് തങ്ങളാണ് ഇവിടുത്തെ പുരോഗമനക്കാർ. തങ്ങളിതാ എന്താ പറയാ കേരളത്തിൽ ഇങ്ങനെ ഒരു ഹൈന്ദവ മുസ്ലിം കല്യാണത ഞങ്ങൾ നടത്തി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെത്തിയത്. അത് പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ എടുത്ത സാഹചര്യത്തിൽ അതവിടെ കിടക്കട്ടെ. ഏറ്റവും ആദ്യം ഇതിന് ഉത്തരം പറയേണ്ടത് ആ ക്ഷേത്ര സെക്രട്ടറിയും ക്ഷേത്ര പ്രസിഡന്റും ഒക്കെയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ മോള്, അതായത് ഈ പറയുന്ന ക്ഷേത്ര സെക്രട്ടറിയും ക്ഷേത്ര പ്രസിഡന്റിന്റെയും മകളാണ്, ഇവരുടെ
മധ്യപ്രദേശിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ പോയിട്ട് അവിടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് രാവിലെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ ഇവരെന്താ ചെയ്യുക? ഇവര് ശ്രീനാരായണ ഗുരുദേവന്റെ കീർത്തനങ്ങളും പാടിങ്ങാണ്ട് മോളെയും ഈ പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനെയും കൊണ്ട് വരവേറ്റ് കൊണ്ടുവരുന്നതാണ് നിങ്ങൾ വിചാരിച്ചത്? അങ്ങനെയാണ് ഇവർ ചെയ്യുക? ഞാൻ ഇതിന്റെ മുന്നേ പല വീഡിയോയിലും പറഞ്ഞു, ഞാൻ ലവ് ജിഹാദ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ല ഞാൻ ആ വീഡിയോ ഒന്നും ചെയ്തത്. അതല്ലാത്ത ഇതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ടെന്നേ. കാരണം ഒരു പെൺകുട്ടിയും എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന 18 വയസ്സായോ ആയില്ലേ എന്നൊക്കെ അന്ന് വളരെ വിവാദ വിഷയമായ ഒരു കാര്യമായിരുന്നു. ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2009 ആ കുട്ടി ജനിച്ചത്, അല്ലാതെ ഇവർ പറയുന്ന പോലെ 2008 ജനുവരി മാസം 1-ാം തീയതി അല്ല. അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അത്തരത്തിൽപ്പെട്ട ഒരു എന്താ പറയാ ഒരു ID കാർഡാണ്. അതായത് നമ്മുടെ ആധാർ കാർഡ് ജനന തീയതി തെളിയിക്കാനുള്ള ഒരു രേഖയല്ല ആധാർ കാർഡ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ മൊണാലിസ ഭോസ്ലെ പത്രസമ്മേളനത്തിലൊക്കെ പറയുന്നതാ കണ്ടില്ലേ, എന്റെ ജനനം 1-1-2008 1-1-2008. എന്നിട്ട് ഇത് കാണിക്കുന്നു, ആധാർ കാർഡ് കാണിക്കുന്നു. ആധാർ കാർഡിലെ പടം എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും പുതിയ പടം എന്ന് പറഞ്ഞാൽ ഈ 2015 ഈ ആധാർ കാർഡ് എടുത്തെന്ന് പറഞ്ഞു. ഇവിടെ 2008 ജനിക്കുന്നത്, 2008 ജനിക്കുന്നതെങ്കിൽ ഇവളുടെ മൊണാലിസയുടെ എന്താ പറയാ അവര് പറഞ്ഞതനുസരിച്ച് 2008 ജനിക്കുന്നതെങ്കിൽ 2015 7 വയസ്സേ ആവുള്ളൂ. 7 വയസ്സായ പെൺകുട്ടിയുടെ ചിത്രമല്ല ഈ ID കാർഡിലുള്ളത്. ഒരുപക്ഷെ അവരിനി വാദത്തിന് വേണ്ടി നമുക്ക് പറയാം, ഈ നമ്മുടെ ആധാർ കാർഡിൽ ഫോട്ടോ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് വേണം പറയാം. അതായത് ഈ ഗ്രാമീണയായ ഈ പെൺകുട്ടി, മാലവിറ്റ് നടന്ന പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങോട്ട് ഫോട്ടോ മാറ്റി ആധാർ കാർഡിൽ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ ജനന സർട്ടിഫിക്കറ്റ്, ഇത്തരത്തിലുൾപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ ഇതൊക്കെ എന്താ പറയാ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇഷ്ടംപോലെ കിട്ടാനുള്ള ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചുണ്ട്. അപ്പൊ അത്തരത്തിൽപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഇവിടെ ഒരു കല്യാണം നടത്തി കൊടുത്തു. അപ്പൊ ഞാൻ കുടുങ്ങാൻ പോകുന്നത് SC/ST ദേശീയ SC/ST കമ്മീഷൻ നിങ്ങൾ ഇത് ചിലർ കളിയല്ല കേട്ടോ. ദേശീയ SC/ST കമ്മീഷനാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ആ ക്ഷേത്രത്തിൽ പോയി കണ്ട് ക്ഷേത്ര അധികാരികളുമായി സംസാരിച്ചു. അവരിൽ നിന്ന് മൊഴിയെടുത്തു. അവര് ഹാജരാക്കിയ രേഖകളൊക്കെ പരിശോധിച്ചു. ഈ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ അമ്മ നൽകിയ യഥാർത്ഥത്തിലുള്ള ഇവളുടെ എന്നിട്ട് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്. മറ്റൊന്ന്, ഇത് ഏറ്റവും വലിയ കള്ളക്കഥയാണെന്നുള്ളതിന്റെ കാര്യം, ഈ കുംഭമേള സമയത്ത് ഈ പെൺകുട്ടിയുടെ പേര് എന്താണ് മോനി ഭോസ്ലെ എന്നായിരുന്നു. ഇവളുടെ പേര്. മൊണാലിസ എന്ന് പറയുന്നത് പത്രക്കാരുടെ പേരാണെന്നേ. മൊണാലിസ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ സൗന്ദര്യവും അവളുടെ ആ പ്രത്യേക ഭാവവും ഒക്കെ കണ്ടിട്ട് ഈ പത്രക്കാർ മാധ്യമങ്ങൾ നൽകിയ ഒരു ബാനറാണ് മൊണാലിസ. അവളുടെ യഥാർത്ഥ പേര് മോനി ഭോസ്ലെ എന്നായിരുന്നു. ഇതാണ് അന്ന് പത്രങ്ങളിലൊക്കെ വന്നതാണ്. മാത്രമല്ല ഇവളുടെ ജനനതീയതി 1-1-2008 എന്ന് വിചാരിക്കുക. ഇവള് പറയുന്ന പോലെ ജനനതീയതി എന്ന് പറഞ്ഞാൽ ജനുവരി മാസം 1-ാം തീയതി പിറന്നു വീഴുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും ഇവളെ പറ്റിയുള്ള ഒരുപാട് സ്റ്റോറികൾ അക്കാലത്ത് വന്നിരുന്നു. ഈ മാലവിൽപ്പനക്കാരിയെ കുറിച്ചുള്ള, മൊണാലിസയെ കുറിച്ചുള്ള ഒരുപാട് സ്റ്റോറികൾ, അല്ലെങ്കിൽ മോനി ഭോസ്ലെയെ കുറിച്ചുള്ള ഒരുപാട് സ്റ്റോറികൾ അക്കാലത്ത് വന്നിരുന്നു. അന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇവൾക്ക് ഈ എന്താ പറയാ പുതുവർഷ പുലരിയിൽ ജനിച്ച അങ്ങനെയൊക്കെ പറയല്ലോ. സാധാരണ നമ്മുടെ പത്രത്തിൽ ഇത്തരത്തിലുള്ള ഫീച്ചറുകളൊക്കെ വരുമ്പോൾ മൊണാലിസയെ അക്കാലത്തെ മോനി ഭോസ്ലെയെ വിശേഷിപ്പിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഫക്റ്റീവായ മാർഗം എന്ന് പറയുന്നത് പുതുവർഷ പുലരിയിൽ ജനിച്ചു വീണ പെൺകുട്ടി എന്നൊക്കെ വേണം പറയാമായിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ആയിരുന്നില്ലെന്നേ. ജനുവരി 1-ാം തീയതി 2008 ജനുവരി 1-ാം തീയതി ആയിരുന്നില്ല ഈ പറയുന്ന മോനി ഭോസ്ലെയുടെ ജനന ദിവസം. അത് ഈ കുട്ടിയുടെ അമ്മ പറയുന്ന പോലെ അവര് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ പോലെ 2009 ഡിസംബർ മാസം 30-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ 16 വർഷവും കുറച്ച് മാസങ്ങളും മാത്രം, 17 വയസ്സ് പോലും ആയിട്ടില്ല. ആ പെൺകുട്ടിയെയാണ് ഇവിടുന്ന് MV ഗോവിന്ദനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും A റഹീമും ഈ ശിവൻകുട്ടിയും ചേർന്ന് കല്യാണം അയച്ചത്. എന്ന് പറഞ്ഞാൽ പോക്സോ കേസിൽ അകത്താകാൻ പോവുകയാണ് ഇവര്. ഈ പറയുന്ന ക്ഷേത്ര ഭരണാധികാരികളും കുടുങ്ങും. ഇവരുടെ കയ്യിലൊക്കെ ഉള്ളത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന വിദ്യാഭ്യാസ മന്ത്രി, പാർട്ടിയുടെ അധിപന്മാര് ഇവരൊക്കെ നടത്തിയിട്ടാണ് ഈ കല്യാണം നടത്തി കൊടുക്കുന്നത്. ഇവരിത് അന്വേഷിക്കേണ്ടേ? ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡാണ് ജനനതീയതി തെളിയിക്കാനുള്ള ഒരു രേഖ എന്ന് പറയുന്നത് അല്ലല്ലോ. ഇവർക്ക് അറിയേണ്ടതല്ലേ ഈ പെൺകുട്ടിയുടെ പേര് ആധാർ കാർഡിലും ജനന സർട്ടിഫിക്കറ്റിലൊക്കെ മൊണാലിസ ഭോസ്ലെ, ജനന സർട്ടിഫിക്കറ്റിലും ഈ പറയുന്ന ആധാർ കാർഡിലൊക്കെ മൊണാലിസ ഭോസ്ലെ എന്ന് പറയുന്നത് 1 വർഷം മുമ്പ് മാത്രം ഇവൾക്ക് കിട്ടിയ ഒരു പേരാണെന്നേ. ഇവളുടെ പേര് എന്ന് പറഞ്ഞാൽ മോനി ഭോസ്ലെയാണ്.
അപ്പൊ ഫുൾ ഉഡായിപ്പാണ്. ഈ ഉഡായിപ്പുകൾക്ക് എല്ലാവിധത്തിലുള്ള സഹായവും സഹകരണവും നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള വിവാഹത്തെ, ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ ഒരു അന്യമതസ്ഥനെ കൊണ്ട്, ഒരു മുസ്ലിമിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഞങ്ങൾ എന്തോ വലിയ പുരോഗമനക്കാരാണ് എന്നൊക്കെ നടിക്കാനുള്ള, എന്നൊക്കെ ഒരു മേനി പറയാനുള്ള ഈ പറയുന്ന ഈ ഗോവിന്ദന്റെയും അപ്പം ഗോവിന്ദന്റെയും റഹീമിന്റെയും ശിവൻകുട്ടിയുടെയും ഈ ഉദ്യമങ്ങളാണ് പൊളിഞ്ഞത്. മിക്കവാറും എനിക്ക് തോന്നുന്നത് അടുത്ത 9-ാം തീയതി ആവുമ്പോഴേക്കും CPM-നുള്ളിൽ വൻ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ പോക്സോ കേസിൽ അകത്താകുകയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തതിന്, ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇത് MV ഗോവിന്ദന്റെ മോള്, അല്ലെങ്കിൽ റഹീമിന്റെ മോള്, അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ മോള്, ഇവരൊക്കെ സമ്മതിക്കോ? തങ്ങളുടെ ഒരു മകള്, തങ്ങൾ 10, 16, 17 വർഷം തങ്ങൾ താലോലിച്ച് വളർത്തിയ മോള് ഒരു അന്യ സംസ്ഥാനത്ത് പോയിട്ട് അവിടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ഒറ്റ ദിവസം ഒരു അന്വേഷണമില്ല. ഈ ചെറുപ്പക്കാരനെ ആരാണ്, എന്താണ്, ഇയാൾ നേരത്തെ കല്യാണം കഴിച്ചതാണോ, ഇയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവമുണ്ടോ, ഇയാൾ ഇത്തരത്തിലുള്ള നിരവധി പെൺകുട്ടികളെ ട്രാപ്പിൽ ചെയ്ത ആളാണോ? ഒന്നും നോക്കുന്നില്ല. രാവിലെ പറയുന്നു കല്യാണം കഴിക്കണമെന്ന്, ഉച്ചയാകുമ്പോൾ ഇതാ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. ഇത് എന്ത് നാട്? ഇതെന്താ, ഇത് വെള്ളരിക്കപ്പെട്ടണോ? അപ്പോഴാണ് കൃത്യമായി SC/ST കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത്. അത് സംബന്ധിച്ച വാർത്തകൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളൊന്നും ഈ വാർത്തകൾ കാണുന്നില്ല കേട്ടോ. പക്ഷേ ന്യൂസ് 18-ലും ജന്മഭൂമിയിലൊക്കെ വാർത്തയുണ്ട്. ഇന്നത്തെ ജന്മഭൂമി ഓൺലൈനിലെ വാർത്ത ഇങ്ങനെയാണ്: കുംഭമേളയ്ക്കിടെ വൈറലായ മൊണാലിസയുടെ വിവാഹത്തിൽ ഇടത് നേതാക്കൾക്ക് കുരുക്കുമുറുകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. വിവാഹം നടന്ന തിരുവനന്തപുരം അരുമാനൂർ ക്ഷേത്രത്തിൽ തെളിവെടുപ്പ് നടത്തി മധ്യപ്രദേശ് SC/ST കമ്മീഷൻ. മൊണാലിസയുടെ പിതാവ് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ്. മധ്യപ്രദേശിലെ മണ്ഡലേശ്വർ DSPക്കാണ് ഇവർ പരാതി നൽകിയിരുന്നത്, അതായത് രക്ഷിതാവ് പരാതി നൽകിയിരുന്നത്. 2026 മാർച്ചിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ ഫർമാൻ ഖാൻ എന്നയാൾ തന്റെ മകളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഫർമാൻ ഖാൻ എന്നൊരാള് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. തട്ടിക്കൊണ്ടുപോയി നേരെ കേരളത്തിലെത്തി കല്യാണം കഴിപ്പിച്ചു. ആര് കല്യാണം കഴിപ്പിച്ചു? പാർട്ടി സെക്രട്ടറി കല്യാണം കഴിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനുള്ള എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തു. റഹീം ഇവരെ അനുഗ്രഹിച്ചു. അതാണ് സംഭവിച്ചത്. കഴിഞ്ഞ 11-ന് അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിലെ നാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലായിരുന്നു വിവാഹം. ഉത്തർപ്രദേശ് സ്വദേശി മുഹമ്മദ് ഫർമാൻ ആയിരുന്നു വരൻ. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ രേഖയായി നൽകിയ ആധാർ കാർഡിന്റെ പകർപ്പുകൾ, വിവാഹം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇരുവരും നൽകിയ അപേക്ഷ, ക്ഷേത്രം നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവ കമ്മീഷൻ പരിശോധിച്ചതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, റഹീം MP തുടങ്ങിയ പ്രമുഖർ വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. P ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്ന നാഗമ്മ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് നായികയായ മൊണാലിസയെയും വില്ലനായി അഭിനയിക്കുന്ന ഫർമാനും തമ്മിൽ പരിചയപ്പെടുന്നത്. 6 മാസത്തെ സൗഹൃദമാണ് വിവാഹത്തിലെത്തിയെന്ന് പറയുന്നത്. 6 മാസം ആലോചിച്ച് നോക്കണം നിങ്ങള്. മധ്യപ്രദേശിൽ നിന്ന് ആ ഗ്രാമവാസിയായ ഒരു പ്രത്യേക ആചാരങ്ങളോടെയൊക്കെ കഴിയുന്ന ഒരു പ്രത്യേക ഒരു ഗോത്രവർഗമാണ് ഇവര്. അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയാണ് സിനിമ അഭിനയിക്കാൻ എന്ന് പറഞ്ഞാണ്ട് കേരളത്തിലേക്ക് വരുന്നത്. 6 മാസം മുമ്പ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഫർമാൻ ഖാൻ. ഏത് ഫർമാൻ ഖാൻ? എവിടുത്തെ ഫർമാൻ ഖാൻ? ആര്, എവിടെ, ഏത്, എങ്ങനെ, ഒന്നും നോട്ടമില്ല. മണിക്കൂറുകൾക്കകം താടി ചാർത്തി വിടുകയാണ്. ആഹാ, എന്തൊരു പുരോഗമനം അല്ലേ? അതാണ് ഗോവിന്ദ. കുടുങ്ങാൻ പോവുകയാണ്. റഹീമും ശിവൻകുട്ടിയും ഒക്കെ ഉണ്ടതിന്നാൻ പോകുകയാണ് കേട്ടോ. മൊണാലിസയ്ക്ക് പ്രായം 18 തികഞ്ഞു എന്നും ഇത് സ്ഥിരീകരിച്ച ശേഷമാണ് വിവാഹത്തിനുള്ള തീരുമാനമെടുത്തതെന്നും തമ്പാനൂർ പോലീസും സ്ഥിരീകരിച്ചിരുന്നു. രേഖകൾ പരിശോധിച്ചതിൽ നിന്നും 1/1/2008 ജന്മതീയതി എന്നാണ് വ്യക്തമായത് എന്നാണ് പോലീസ് പറഞ്ഞത്. എന്തിൽ നിന്ന്? ഈ പറയുന്ന ആധാർ കാർഡിൽ നിന്ന്. ഈ വ്യാജ ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ 2015 ഉണ്ടാക്കിയ ആധാർ കാർഡ്. 7 വയസ്സ് പ്രായമായപ്പോൾ, മൊണാലിസയ്ക്ക് 7 വയസ്സ് പ്രായമായപ്പോൾ ഉണ്ടാക്കിയ ഇപ്പോഴുള്ള മൊണാലിസയുടെ ചിത്രം പതിപ്പിച്ച ആധാർ കാർഡ്, മൊണാലിസ എന്ന പേരുള്ള ആധാർ കാർഡ്. യഥാർത്ഥത്തിലുള്ള പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോനി ബോസ്ലെ എന്നായിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ തെറ്റാണ് എന്ന് കാണിക്കുന്നതാണ് മൊണാലിസയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ വാദങ്ങൾ തെറ്റാണെന്ന് കാണിക്കുന്ന മൊണാലിസയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ ഈയിടെ പുറത്തു വന്നിരുന്നു. ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ് അത് പുറത്തുവിട്ടത്. അതിൽ ജനനതീയതിയും സമയവും കൂടി എന്താ പറയാ ഇവര് പുറത്തിറക്കിയ രേഖയിലുണ്ട്. അതായത് 2009 ഡിസംബർ 30 വൈകുന്നേരം 5:30 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രകാരം മൊണാലിസയ്ക്ക് നിലവിൽ 16 വയസ്സും 2 മാസവും 12 ദിവസവുമാണ് പ്രായം. അതേസമയം പ്രായപൂർത്തിയാകാത്തത് മാത്രമല്ല, ലവ് ജിഹാദ് നിയമപ്രകാരം മധ്യപ്രദേശിൽ കേസെടുത്താൽ കൂട്ടുനിന്നവരും കുടുങ്ങിയേക്കും. ഗോവിന്ദ റഹീമെ ശിവൻകുട്ടി, ഇത് കേൾക്കണം കേട്ടോ. അതായത് പ്രായപൂർത്തിയാകാത്തത് മാത്രമല്ല, ലവ് ജിഹാദ് നിയമപ്രകാരം മധ്യപ്രദേശിൽ കേസെടുത്താൽ അതിന് കൂട്ടുനിന്ന നിങ്ങളും കുടുങ്ങും കേട്ടോ. ഏതായാലും
അതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ പത്രങ്ങൾ നോക്കിയാലേ, ഇന്നത്തെ നമ്മുടെ പത്രങ്ങൾ അതിന് പകരം അവർ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അന്വേഷണത്തെയൊക്കെ ഒന്ന് എന്താ പറയാ, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ മൊണാലിസയും ഈ പറയുന്ന ഇതിന് കൂട്ടുനിന്നവരും കൂടിയിട്ട് ഒരു പത്രസമ്മേളനം നടത്തി. അതെങ്ങനെയാണ് മാതൃഭൂമിയുടെ ബാക്ക് പേജിൽ അതുണ്ട്. സംവിധായകൻ മോശമായി പെരുമാറിയെന്ന് മൊണാലിസ. ഇവരുടെ കേസ് പതുക്കെ ഈ സംവിധായകൻ, തന്റെ ആദ്യത്തെ സംവിധായകൻ, ഹിന്ദി സിനിമയിലെ സംവിധായകൻ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തന്നെ എന്താ പറയാ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയേണ്ടത്, ഒരു അനുകമ്പ തരംഗം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മൊണാലിസ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയത്. ആ വാർത്ത ഇങ്ങനെയാണ് മാതൃഭൂമി കൊടുത്തത്. സംവിധായകൻ സനോജ് മിശ്ര പലതവണ മോശമായി പെരുമാറി എന്ന് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഭോസ്ലെ ആരോപിച്ചു. മൊണാലിസ അഭിനയിച്ച ആദ്യ സിനിമയുടെ സംവിധായകനാണ് സനോജ് മിശ്ര. ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ 3 തവണ സമ്മതമില്ലാതെ തന്നെ സ്പർശിച്ചില്ല, തന്നെ തൊടാൻ വേണ്ടി ശ്രമിച്ചു. ഒരു സിനിമയില് ഒരു സംവിധായകൻ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ പുറത്തു തട്ടും, ചിലപ്പോൾ കയ്യിൽ തട്ടും. ഇതിന് പകരം ഈ സംവിധായകൻ തന്നെ സ്പർശിക്കാൻ വേണ്ടി ശ്രമിച്ചു. കയറി പിടിച്ചു എന്നൊന്നല്ല കേട്ടോ പറയുന്നത്, കയ്യിൽ സ്പർശിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ 3 തവണ സമ്മതമില്ലാതെ തന്നെ സ്പർശിക്കാൻ ശ്രമിച്ചുവെന്നും അപ്പോൾ തന്നെ ചെരിപ്പൂരി പ്രതികരിച്ചുവെന്നും മൊണാലിസ പറഞ്ഞു. അതായത് നിങ്ങൾ ആലോചിക്കണം, ഒരു ഗോത്രവർഗ്ഗക്കാരിയായ ഒരു പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവയെ ഈ സംവിധായകൻ എന്തോ കാര്യത്തിന് ഇവളെ ഒന്ന് സ്പർശിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ചെരിപ്പൂരി അടിച്ചത്രേ. ഇവളെ അത്രമാത്രം ധീര വനിതയോ എന്ന് പറഞ്ഞാൽ കഥകൾ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പാവം പെൺകുട്ടിയെ ഈ ഫർമാൻ ഖാൻ എന്ന് പറയുന്ന ഈ മുസ്ലിം യുവാവും അതോടൊപ്പം തന്നെ ഇയാൾക്ക് കൂട്ടുനിൽക്കുന്ന ഈ ലവ് ജിഹാദിന് കൂട്ടുനിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും ഇത് വളരെ വളരെ എന്താ പറയാ ആസൂത്രിതമായി നടത്തിയ ഏറ്റവും വലിയ ഒരു ലവ് ജിഹാദ് സംഭവമാണ് ഇത് എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതിൽ നിന്നൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പത്രസമ്മേളനം, ഈ രീതിയിലുള്ള ഇവളുടെ പത്രസമ്മേളനം. താൻ ചെരിപ്പൂരി അടിക്കാൻ ശ്രമിച്ചു എന്ന് മൊണാലിസ പറഞ്ഞു. തനിക്ക് 18 വയസ്സാകും മുമ്പാണ് സരോജ് മിശ്രയിൽ നിന്ന് ഈ ദുരനുഭവം ഉണ്ടായത്. ആ സംഭവത്തിൽ പരാതി നൽകാൻ തീരുമാനിച്ചുവെങ്കിലും പരാതി നൽകിയിട്ടില്ലല്ലോ. മാതാപിതാക്കൾ പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായതത്രേ. തങ്ങളുടെ വിവാഹം നിയമപരമാണ് എന്നും സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കണമെന്നും മൊണാലിസ പറഞ്ഞു. അപ്പോൾ മൊണാലിസ എത്ര കരഞ്ഞ് ഈ പറയുന്ന പത്രസമ്മേളനങ്ങൾ നടത്തിയാലും പത്രസമ്മേളനങ്ങളല്ല കോടതി തെളിവായി സ്വീകരിക്കുക. 2009 ഡിസംബർ മാസം 30-ാം തീയതിയാണ് മൊണാലിസ ജനിച്ചത് എന്ന അമ്മയുടെ സർട്ടിഫിക്കറ്റ് കോടതി അതൊരു തെളിവായി സ്വീകരിച്ചാൽ കൊടുങ്ങുന്നത് ഇവിടെ ആരൊക്കെയായിരിക്കും? MP ഗോവിന്ദനും റഹീമും ശിവൻകുട്ടിയും പിന്നെ ഈ നയനാർകുറിശി ക്ഷേത്രത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റു ഭാരവാഹികളുമായിരിക്കുമെന്നും മാത്രം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. മനോരമയിലും ഉണ്ടാ വാർത്ത. മാതൃഭൂമി മാത്രമല്ല ആ വാർത്ത കൊടുത്തത്, ഈ തരികിട വാർത്ത. മനോരമയിലെ ആ വാർത്ത ഇവിടെ കണ്ടല്ലോ. യെസ്, മനോരമയുടെ 14-ാം പേജിലുണ്ട്. സൈബർ ആക്രമണം, നാട്ടിലേക്ക് മടങ്ങാൻ ഭയമെന്ന് മൊണാലിസ ഭോസ്ലെ പറയാണ്. തനിക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വിവരം അറിയും, അതുകൊണ്ട് ഇവർ കേരളത്തിൽ തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്ന് മൊണാലിസ ഭോസ്ലെ പറയുകയാണ്. എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി, അവിടെ ചെന്നാൽ കുടുങ്ങും, കാരണം എല്ലാം വ്യാജമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതാണ് ഈ ഒരു പത്രസമ്മേളനം ഇവർ നടത്തുന്നത്. വിവാഹശേഷമുള്ള സൈബർ ആക്രമണങ്ങളെ കുറിച്ച് ചൊല്ലി കണ്ണീരണിഞ്ഞ് കുംഭമേള വൈറൽ താരം മൊണാലിസ ഭോസ്ലെ. കേരളത്തിൽ വിവാഹിതരായ ശേഷം ഭർത്താവ് ഫർമാൻ ഖാനെതിരെ കടുത്ത അധിക്ഷേപമാണ് നടക്കുന്നതെന്നും തങ്ങൾ പ്രായപൂർത്തിയായവരാണ് എന്നും ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ കാണിച്ച് ഇവരും പറഞ്ഞു. അങ്ങനെ ഉഡായിപ്പ് രേഖകളൊന്നും കാണിക്കണ്ട അല്ലോ, ആധാർ കാർഡ് കാണിച്ചുകൊണ്ടാണ് അത്ര പറയുന്നത്. ആധാർ കാർഡ് ഏറ്റവും വലിയ ഉഡായിപ്പാണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. ഒന്ന്, മൊണാലിസ അല്ല, തന്റെ പേര് മോനി ഭോസ്ലെ ആണ് എന്ന് തന്നെയെങ്കിലും ഒന്ന് പറയുവല്ലേ കൊച്ചേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഏതായാലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇതിങ്ങനെ വെള്ളപൂശി, കാരണം അപ്പം ഗോവിന്ദനെ വെള്ളപൂശണം, ശിവൻകുട്ടിയെ വെള്ളപൂശണം, റഹീമിനെ വെള്ളപൂശണം, അങ്ങനെ എല്ലാവരും വെള്ളപൂശിക്കോ പൊട്ടിയടിച്ചോ അവസാനം ഇതാ വരുന്നു SC/ST കമ്മീഷനും അത് കഴിഞ്ഞ് മധ്യപ്രദേശിലെ പോലീസും ഇവിടെ വരുമ്പോ വിവരം അറിയും കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഏതായാലും ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.